ഇന്ന് നല്ല പെടക്കുന്ന ഞണ്ട് കിട്ടിയിട്ടുണ്ട്. പെടക്കുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് ഇതൊന്ന് പിടപ്പിക്കാം. ഇത് വെച്ച് ഇപ്പൊ എന്തുണ്ടാക്കണം എന്നതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ എനിക്കറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു അങ്ങനെ അറിയാവുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീട് വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ടാ ഞാൻ ഞണ്ട് വെച്ചിട്ടായിട്ടൊക്കെ പരീക്ഷിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്റെ ഉപ്പയാണ് എന്റെ വീട്ടിൽ ഞണ്ടൊക്കെ കൊണ്ടുവന്നാല് അത് ഫ്രൈ ഒക്കെ ആക്കല്. ഇന്ന് ഞാൻ അതേപോലെ ഒരു ഞണ്ട് ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞണ്ട് ഫ്രൈ ആകോ ഇല്ലയോന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു പരീക്ഷണം അത്രേ തന്നെ. ട്യൂബുള്ളതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കാനും ഒരു ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് നമുക്ക്. എന്ത് ചോദിച്ചാലും ഒരു പറഞ്ഞു തരുമല്ലോ. എന്റെ സാധനം വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ കറിക്കൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്റെ കൂടെ ഒരു ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. അത് ഞാൻ തൽക്കാലത്തേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പപ്പടം ഉണ്ടാക്കാൻ വല്ല പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അത് ഉണ്ടാക്കുന്നതിനെന്നാ അങ്ങനെ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പത്തേന് ഇതാ നമ്മള് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞണ്ട് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഞണ്ട് കറി പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. സംഭവം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ചോറിന് ഗ്രേവി വേണം. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കിയതാന്ന് കേട്ടോ. കാണാനുള്ള ലുക്കൊന്നും നോക്കണ്ട, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു.